അത് ഞാൻ തന്നെ പറഞ്ഞല്ലോ മറുപടി. ഈ അദ്ദേഹം തന്നെയാണ് ഒരു 3-4 മാസം മുമ്പ് മുസ്ലിം ലീഗ് ഏറ്റവും നല്ല പാർട്ടിയാണ്, വിശ്വസിക്കാവുന്ന പാർട്ടിയാണ്, മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം ലീഗിനെ നല്ല വാക്കുകൾ കൊണ്ട് പറഞ്ഞിരുന്നു. മുസ്ലിം ലീഗ് അവിടെ തന്നെയുള്ളത്. വളരെ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ പറഞ്ഞ ആ അഭിപ്രായത്തിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അല്ല, മുസ്ലിം ലീഗിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അഭിപ്രായം പറയുന്നവർക്ക് ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. UDF എപ്പോഴും മുസ്ലിം ലീഗ് UDFിൽ ഒരു പ്രധാന കക്ഷിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ രണ്ടാം കക്ഷിയാണ്. മുസ്ലിം ലീഗിൻ്റെ റോൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മീഡിയേറ്റർ റോളാണ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യാറുള്ളത്. അല്ലാതെ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ കയറി നിൽക്കുന്ന സ്വഭാവമൊന്നും ലീഗിനില്ല. ലീഗ് എല്ലാവരെയും അംഗീകരിക്കുന്നു, എല്ലാവരുടെയും ആശയങ്ങൾ ലീഗ് പങ്കുവെക്കുന്നുണ്ട്. എല്ലാവരും സൗഹൃദം പങ്കുവെച്ചുകൊണ്ടാണ് ലീഗ് പോകുന്നത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തെയും ലീഗ് ബഹുമാനിക്കും, ഭരണപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷത്തെയും ലീഗ് ബഹുമാനിക്കും. അതാണ് ലീഗിൻ്റെ ഒരു ശൈലി. അതല്ലാതെ വേറൊരു ശൈലിയൊന്നും ലീഗിനില്ല. ഭൂരിപക്ഷ വോട്ട് ഉറപ്പിക്കാനുള്ള തന്ത്രമാണോ അതിപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ലീഗിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയം ലീഗിന് എപ്പോഴും ഉണ്ട്. അതിൽ ലീഗ് എപ്പോഴും ഉറച്ചു നിൽക്കും. ഇപ്പോൾ UDF അധികാരത്തിൽ വന്നാലും LDF അധികാരത്തിൽ വന്നാലും ലീഗിൻ്റേതായിട്ടൊരു പങ്ക് അതിലുണ്ടാവുമല്ലോ. അതല്ലാതെ വേറെ ആരോപണത്തിലൊന്നും കാര്യമില്ല, അതിലൊന്നും കഴമ്പില്ല. അല്ല, ഇലക്ഷൻ ഇനിയും സമയമുണ്ടല്ലോ. രാഷ്ട്രീയമായിട്ടുള്ള നീക്കുപോകൾക്കും ചർച്ചകൾക്കും ഒക്കെ ഇനിയും സമയമുണ്ട്. അപ്പോൾ ഒരു അന്തിമ തീരുമാനം വരുന്നേ ഉള്ളൂ ആ കാര്യത്തിൽ. ഈ തർക്കമൊക്കെ നിൽക്കുമ്പോഴും അവർക്കൊക്കെ ലീഗുമായിട്ടും പാണക്കാട് കുടുംബമായിട്ടൊക്കെ വലിയ ബന്ധമുള്ളവരാണ്. കുമാരൻ നായരായാലും ഒക്കെ ഒരു ആവശ്യം വന്നാൽ തങ്ങളും ലീഗൊക്കെ അതിനകത്ത് ഇടപെടും. തീർച്ചയായിട്ടും. നമ്മൾ കേരളത്തിൻ്റെ ഭാവിയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. കേരളത്തിൽ സമാധാനം വേണം, സാമൂഹ്യ സൗഹാർദ്ദം വേണം, വികസനം വേണം, മാറ്റങ്ങൾ വേണം. അതിന് ശക്തമായിട്ടൊരു ഗവൺമെൻറ് ഇവിടെ ആവശ്യമാണ്. ആ ശക്തമായിട്ടുള്ള ഗവൺമെൻറ്റിന് എന്താണോ ആവശ്യം അതിൻ്റെ കാര്യത്തിലൊക്കെ ലീഗ് പ്രതിജ്ഞാബദ്ധമായിട്ട് മുന്നോട്ട് പോകും. ചർച്ച ചെയ്യേണ്ടടുത്ത് ചർച്ച ചെയ്യും, കൂടിയിരിക്കേണ്ടടുത്ത് കൂടിയിരുന്നു കൊണ്ട് തന്നെ നല്ലൊരു തീരുമാനത്തിലെത്താൻ ലീഗ് സഹായിക്കും. UDFിനെ ശക്തിപ്പെടുത്താൻ എന്താണോ ആവശ്യം ആ കാര്യത്തിൽ ലീഗ് മുന്നിട്ടിറങ്ങും.